ഇന്നത്തെ പകൽക്കാലം ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 12. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധിയിൽ വണക്കി ഇന്നത്തെ പകൽക്കാലം ദൈവവചന ധ്യാനത്തിൻ്റെ അനുഗ്രഹത്തിനായി ശ്രേഷ്ഠമേറിയ പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സമ്പൂർണ്ണമായി സഭയായി അടിയങ്ങളെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി തരികയാണ്. അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് നന്ദി പറയുന്ന പരിശുദ്ധ വചനം അടിയങ്ങളോട് ഇന്നത്തെ രാത്രിയിൽ, ഇന്നത്തെ പകൽക്കാലം സംസാരിക്കുവാൻ പോകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് സമ്പൂർണ്ണ സമർപ്പണത്തോടെ വിധേയത്വത്തോടെ വചനം ഏറ്റെടുക്കുവാനുള്ള കൃപ പകർന്നാട്ട് അനുസരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ടു എൻറ്റർ ദി കിങ്ഡം ഓഫ് ഗോഡ് ഓർ പ്രിൻസിപ്പിൾ ടു എൻറ്റർ ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വ്യവസ്ഥകൾ, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വ്യവസ്ഥകൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട് തുടങ്ങിയത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്ട്രൈവ് ടു എൻറ്റർ ഇൻ അറ്റ് സ്ട്രൈറ്റ് ഗേറ്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ദൈവരാജ്യത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ഹിയർ ടുഡേ. യു നോ, വി വെർ ഡിസ്കസിങ് അബൌട്ട് ഈസി ബിലീവിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈപൊക്കിയാലോ ഒരു പ്രാർത്ഥന ഏറ്റു ചൊല്ലിയാലോ ചില തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാലോ ഒരിക്കലും ഒരു ദൈവ പൈതലാവത്തില്ല കേട്ടോ. ലോകത്ത് മനുഷ്യരത് വിശ്വസിക്കും, പക്ഷേ കർത്താവ് അത് സ്വീകരിക്കത്തില്ല, കർത്താവ് അത് അംഗീകരിക്കത്തില്ല. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഉടമ്പടിയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ പറ്റൂ. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഒരു കണ്ടീഷനുണ്ട്. വാഗ്ദത്തങ്ങളൊക്കെയും നിബന്ധനകൾക്ക് ശേഷമാണ് കണ്ടീഷൻസ് വരുന്നത്. വാഗ്ദത്തങ്ങൾ വരുന്നത്. എവരി പ്രോമിസ് ഹസ് എ കണ്ടീഷൻ ബിഹൈൻഡ് ഇറ്റ്. ഇഫ് യു ഡോണ്ട് ഫുൾഫിൽ ദി കണ്ടീഷൻസ് ദെൻ പ്രോമിസ് വോണ്ട് വർക്ക് ഇൻ യുവർ ലൈഫ്, നീദർ ഇൻ മൈൻ. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ, ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, നിബന്ധന നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് കേട്ടത്. ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവിൻ, സ്ട്രൈവ്. സോ അതൊരു പോരാട്ടമാണെന്ന് കഴിഞ്ഞ ആഴ്ച കേട്ടു അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ ഇന്ന് ആരാ പോരാടുന്നതല്ലേ? ഇടുക്കുവാതിലൂടെ എവിടേക്കാണ് കടക്കുന്നത്? ഇടുക്കുവാതിലൂടെ കടന്നാൽ ഉടനെ എത്തുകയല്ല, ഒരു പാതയുണ്ട്, ഇടുക്ക് പാതയുണ്ട്. നാരോ ഗേറ്റ് അലൗസ് യു ടു ഗെറ്റ് ഇൻ ടു എ നാരോ പാത്ത്. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ഹോൾ ലൈഫ് അതാണ്. ആ പാത്തിലൂടെ നമ്മൾ നടക്കണം. ഇടുക്കുവാതിലൂടെ കടക്കുന്ന ഒരു വ്യക്തി ഇടുക്കു വഴിയിലൂടെ നടക്കണം. ഇടുക്കുവാതിലൂടെ ഒരു വ്യക്തി അകത്ത് കടന്നു കഴിഞ്ഞാൽ വിശാലമായ പാതയില്ല, ഇടുക്കുപാത മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇടുക്കുവാതിൽ കാണുമ്പോൾ പലരും മാറി നിൽക്കും. കാരണം വിശാലമായ പല വാതിലുകളും അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഈ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, വ്യവസ്ഥകളെക്കുറിച്ച് പഠിച്ചപ്പോൾ, നിബന്ധനകളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 7 നിബന്ധനകൾ നമുക്ക് പഠിക്കുവാനുണ്ടെന്ന്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് 3 നിബന്ധനകളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് ബാക്കി 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ഗാഡ്. ഇപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്തിലേക്കൊന്ന് വന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് പറയുന്നു, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അത് പിടിച്ചടക്കുന്നു. ഫ്രം ദ ഡേയ്സ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, കിങ്ഡം ഓഫ് ഗോഡ് സഫേഴ്സ് വയലൻസ് ആൻഡ് ദ വയലന്റ് പീപ്പിൾ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാമോ? നിങ്ങൾ പോയി കമൻട്രി ഒക്കെ പരിശോധിച്ചാൽ പല കമൻട്രികളും കേൾക്കാൻ പറ്റും.
അതിനകത്ത് പറയുന്നു ഈ ദൈവരാജ്യത്തിനെതിരെയുള്ള ബലാത്കാരികൾ എന്ന് പറയുന്ന റോമൻ പട്ടാളമായിരുന്നു. ചിലർ പറഞ്ഞു യഹൂദന്മാരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർ ഹേരോദാവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇഫ് യു കമ്പയർ, അതായത് ദൈവത്തിൻ്റെ രാജ്യത്തെ ഒരു സിറ്റിയായിട്ട്, ഒരു കെലസ്റ്റിയൽ സിറ്റിയായിട്ട് നമ്മളൊന്ന് കണ്ടേ, ഒരു സിറ്റിയായിട്ട് ദൈവരാജ്യത്തെ കാണുകയാണെങ്കിൽ അതിനകത്തേക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല. അതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി മാത്രമേ കയറാൻ പറ്റൂ, ബലം പ്രയോഗിച്ച് മാത്രമേ അതിനകത്തേക്ക് കയറാൻ പറ്റൂ. ഇവിടെ പറയുന്നു യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ. എന്താ യോഹന്നാന്റെ സ്നാപകന്റെ നാളുകളുടെ പ്രത്യേകത? യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം എങ്ങനെയാണ് തുടങ്ങിയതെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഈ ഭൂമിയിൽ ആദ്യം സ്വർഗരാജ്യം എന്നുള്ള വാക്ക് കേട്ടത് യോഹന്നാൻ സ്നാപകന്റെ വായിൽ നിന്നാണ്. പഴയ നിയമത്തിലെല്ലാം ഈ ഭൂമിയിലെ രാജ്യങ്ങളെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്, കനാൻ നാടിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്, ഭൂമിയിലെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. ഇതാ ഒരു പ്രവാചകൻ കടന്നു വന്ന് ആദ്യമായി തന്നെ കേട്ടുകൊണ്ടിരുന്ന ജനത്തോട്, ഇസ്രായേലിനോട് പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. അപ്പൊ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ആദ്യത്തെ അനൗൺസ്മെന്റ് ആരാ പറഞ്ഞത്? യോഹന്നാൻ സ്നാപകനാണ്. ആ ആഗ്രഹം ദൈവജനത്തിന്റെ ഹൃദയത്തിലേക്ക് കൊടുത്തപ്പോൾ അവർക്ക് ആ സ്വർഗരാജ്യത്തിലേക്ക് കയറുവാനുള്ള ഒരു ആഗ്രഹമുണ്ടായി, ഒരു തീഷ്ണതയുണ്ടായി. ഇവിടെ വയലന്റ് മെൻ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, പറഞ്ഞാൽ ബലാത്കാരികൾ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ റൂട്ട് മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ബലാത്കാരം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഈഗർനെസ്, സെസ്റ്റ്, എൻത്യൂസിയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അഭിനിവേശം. മലയാളത്തിൽ പറഞ്ഞാൽ ആഗ്രഹം, അദമ്യമായ ആഗ്രഹം, എനിക്കതിലേക്ക് കടന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരാഗ്രഹം. അതിനുവേണ്ടി എന്തും വിട്ടുകളയുവാൻ തക്കവണ്ണം തയ്യാറാകുക, ജഡത്തോട് പോരാടുക, പാപത്തോട് പോരാടുക, നമ്മളെ അതിലേക്ക് കടത്തുവാൻ തക്കവണ്ണം കഴിയാതെ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടൊക്കെ പോരാടുക. ആ പോരാട്ടമാണ് ബലാത്കാരികൾ എന്ന് പറയുന്നത്. അതിനോടൊക്കെ പോരാടി ജയിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ യോഹന്നാൻ അത് തുടങ്ങിയത്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ എന്ന് പറഞ്ഞാൽ അന്നാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ആദ്യമായി സ്വർഗം അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ബൈ ദ വേ, ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും, സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിൻ്റെ വചനം നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം ഒഴികെ പുതിയ നിയമത്തിൽ എവിടൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അതൊക്കെ ദൈവരാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മത്തായി മാത്രം സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. 68 പ്രാവശ്യം പുതിയ നിയമത്തിൽ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം 32 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു അവിടെ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ്, സ്വർഗരാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സമയം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ആരെങ്കിലും വീഡിയോയിലൊക്കെ എന്നെ കേൾക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞ 1-ാമത്തെ പാർട്ട് കേട്ട് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യം ബലാത്കാരികളാണ് കീഴടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണമേ, കർത്താവ് അറിയുകയാണ് 4-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ എവിടെയായെന്ന്? തടവിലായെന്ന് കേട്ടു, ജയിലിലായെന്ന് കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ത് പറഞ്ഞുവോ അത് തന്നെ യേശു കർത്താവ് ആവർത്തിച്ചു. എവിടെ? 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച അത് തന്നെ യേശു കർത്താവ് പ്രസംഗിച്ചു. എന്ത്? ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഇപ്പൊ മനസ്സിലായോ എന്നാ സ്വർഗരാജ്യം വന്നത്? പെന്തിക്കോസ്തി നാളിൽ. ഹല്ലേലൂയ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് കൂടി തന്നെ സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു. എന്നാൽ ആ സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിതമായത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പെന്തിക്കോസ്തി നാളിൽ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, പെന്തിക്കോസ്തി നാളിൽ ഒരു ജനത്തെ, പല സ്വഭാവക്കാരായ, പല രീതിയിലുള്ള, പല സമുദായക്കാരായ, പല ജാതികളായ ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കർത്താവ് തൻ്റെ സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചു, തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ബലാത്കാരികൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയൂ എന്ന് ഈ വാക്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. When you say that you are a Christian, what you imply is this, that you are a part of the kingdom of God. ഞാനൊരു ദൈവ പൈതലാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൺവേ ചെയ്യുന്ന, അറിയിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്വർഗരാജ്യത്തിന്റെ ഭാഗമാണെന്നാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നീ എങ്ങനെയാ സ്വർഗരാജ്യത്തിലേക്ക് കടന്നത്? ബലാത്കാരനെയാണോ എന്ന് പറഞ്ഞാൽ അതിനൊരു വില കൊടുത്തിട്ടാണോ നീ ഇറങ്ങിയത്, കയറിയത് ഇതില്?
വില കൊടുക്കാതെ ഈസിയായിട്ട് ആരെങ്കിലും എടുത്ത് ഇതിനകത്ത് വെച്ചതാണോ? അങ്ങനെയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൽ എത്തിയിട്ടില്ല. കാരണം വില കൊടുക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ ആഴ്ച അതുപോലെ കേട്ടു, there is a physical kingdom and a spiritual kingdom. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായ സ്വർഗരാജ്യത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതിനെ ആത്മീകമായ ദൈവിക രാജ്യം എന്ന് പറയാം, അല്ലെങ്കിൽ സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ്. ഒരു കാര്യം ഓർക്കണമേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ ആത്മീകമാകുന്ന സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നോ വേ, ഒരിക്കലും ഭൗതികമായ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. മനസ്സിലാക്കണമേ, സ്വർഗത്തിലെ രാജ്യത്തിന്റെ, ഭൗതികമായ സ്വർഗരാജ്യത്തിന്റെ ഒരു ലിറ്റിൽ ടേസ്റ്റ് ആണ് ഈ ആത്മീയമായ സ്വർഗരാജ്യം ഇവിടെ നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചത്, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നീ നീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, സമാധാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, സന്തോഷത്തിലാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. എന്നാൽ സഭയ്ക്കകത്ത് 35 വർഷമായിട്ടും സ്വസ്ഥതയില്ല, സമാധാനമില്ല, നീതിക്ക് വേണ്ടിയല്ല നീ ജീവിക്കുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലും ഒന്നുമല്ല. വെറുതെ സമയം കളയരുത്. ഒന്നുകിൽ ആഗ്രഹമുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക, ദൈവവചനം പഠിക്കുക, പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക, ഹല്ലേലൂയ, ജീവിതത്തെ ഒന്നുകൂടെ പുനഃപരിശോധിക്കുവാൻ കോണം തയ്യാറാകുക. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു വലിയ ആത്മീയമായ ഒരു മുന്നേറ്റമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഫോഴ്സുകളോട് ജയിച്ച്, ജഡത്തിന്റെ ഇച്ഛകളോട് ജയിച്ച്, നമ്മളെ താഴേക്ക് വലിക്കുന്ന ദൈവമഹത്വത്തിൽ നിന്ന്, ദൈവത്തോടുള്ള സംസർഗത്തിൽ നിന്ന് നമ്മളെ താഴോട്ട് വലിക്കുന്ന എല്ലാറ്റിനെയും ജയിച്ച് അകത്തേക്ക് കയറുന്നതാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടക്കുക എന്ന് പറയുന്നത്. അതാണ് ബലാത്കാരികൾ അല്ലെങ്കിൽ വയലന്റ് മെൻ, ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ വചനത്തിലേക്ക് പോവുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ചാൾസ് സ്പർജൻ ഈ വാക്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഇപ്പൊ വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 11:12 കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു ഡിവോഷണൽ അഡ്രസ്സ് നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കൊട്ടേഷനകത്ത് വായിച്ച ഇതാണ്, ദിസ് ഈസ് കോൾഡ് ഹോളി വയലൻസ്. ഹോളി വയലൻസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ബലാത്കാരം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ബലാത്കാരികളായി നമ്മൾ മാറുക. Every Christian is supposed to be a violent person, spiritually speaking. ഈ ഉദാസീനതയോടെ, മടിയോടെ, കുനിഞ്ഞിരുന്ന് ഒന്നിനും കഴിവില്ലെന്നും പറഞ്ഞിരിക്കുന്നവരൊന്നും സ്വർഗരാജ്യത്തിന് അവകാശികളാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസ്ഡ് ഓൺ ദിസ് സ്ക്രിപ്ചർ. എന്നെ കാണുമ്പോൾ അറിയാം ഞാൻ സ്വർഗരാജ്യത്തിന്റെ പടയാളിയാണോന്ന്. സഹോദര, നിന്നെ കാണുമ്പോൾ, നിന്റെ ജീവിതം കാണുമ്പോൾ അറിയാം നീ സ്വർഗരാജ്യത്തിന്റെ പടയാളിയാണോ എന്ന്. നിന്നിലൊരു വിഗർനെസ് ഉണ്ട്, നിന്നിലൊരു ഈഗർനെസ് ഉണ്ട്, നിന്നിലൊരു വയലൻസ് ഉണ്ട്. ഈ ലോകത്തോടുള്ള വയലൻസ് അല്ല, അടുത്തുള്ളവരെ ഉപദ്രവിക്കുവാനോ ലോകത്തുള്ളത് വെട്ടിപ്പടിക്കുവാനോ ഉള്ള ബലാത്കാരമല്ല, പിന്നെയോ ശത്രുവിന്റെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് അവകാശപ്പെട്ടത്, നിനക്ക് സ്വർഗം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ ശത്രു നിന്നിൽ നിന്ന് കവർന്നെടുക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു ബലാത്കാരം. ബലാത്കാരികളെയാ കർത്താവ് സ്വർഗീയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. കാരണം അവരതിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അവരാരെയും ലോകത്തിൽ ഭയപ്പെടത്തില്ല. ഞാൻ മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന്, ഇപ്പൊ വായിച്ചു കേട്ട വചനഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇൻ ദിസ് 2 വേഴ്സസ് വി സീ, കഴിഞ്ഞ ആഴ്ച കേട്ട ലൂക്കോസിന് ശേഷം 13-ാം അധ്യായത്തിലും ഇവിടെ കേട്ട മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ലൈഫ് ടു സേ ദാറ്റ് യു ആർ എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ ഒരു ഈസി ലൈഫാണെന്ന് ആരും ചിന്തിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും വില കൊടുത്താണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സഹോദര സഹോദരി, എന്നെ നീ കേൾക്കുമ്പോൾ നീ ഒരു വില കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ശോധന ചെയ്യണം. എനിക്ക് നിങ്ങളെ അസസ് ചെയ്യാൻ പറ്റത്തില്ല, നീദർ യു ക്യാൻ. നിങ്ങൾക്ക് എന്നെ അസസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിതം കർത്താവ് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ചില ഫലങ്ങൾ നമ്മളെ സർട്ടിഫൈ ചെയ്യും, നമ്മളൊരു കർത്താവിന്റെ ശിഷ്യനാണോ ശിഷ്യയാണോ എന്നുള്ളത്. ഹല്ലേലൂയ. ആ ഫലങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നടന്ന പാതയിലൂടെ നടക്കുവാനുള്ള ആഗ്രഹം നമുക്കില്ലെങ്കിൽ, കർത്താവ് വേണ്ടെന്ന് വെച്ച ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ വേണ്ടെന്ന് വെക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ശിഷ്യന്മാര് വില കൊടുത്ത് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചതുപോലെ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം സഹോദര സഹോദരി എനിക്കും നിനക്കും കഴിഞ്ഞില്ലെങ്കിൽ, never ever say that you are in the path where Jesus walked. കർത്താവ് നടന്ന പാതയിലാണ് നീ എന്ന് നീ ഒരിക്കലും അവകാശവാദം പറയരുത്. അല്ല,
ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ വിശാലമായ വാതിലിലൂടെ നടക്കുന്ന വ്യക്തിയാണോ നീ? എല്ലാമുണ്ട്, പകുതി ലോകവുമുണ്ട്, പകുതി ദൈവവുമുണ്ട്. അങ്ങനെ ഒരു ഇക്വേഷൻ ക്രിസ്തീയ ജീവിതത്തിലില്ല, ദൈവവചനത്തിലില്ല കേട്ടോ. ദൈവവചനത്തിലില്ല. ദൈവവചനത്തിലുള്ളത് നാരോ ഗേറ്റ് ആൻഡ് നാരോ വേ. ഇടുങ്ങിയ വാതിലും ഇടുങ്ങിയ വഴിയും അത് എത്തുന്നത് ജീവനിലായിരിക്കും. വിശാലമായ വാതിലും വിശാലമായ വഴിയും അത് എത്തുന്നത് നാശത്തിലായിരിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആമുഖമായിട്ട് ചിന്തിക്കുന്നു. എന്താണെന്നറിയാമോ? സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡിൽ ഞാൻ ഇല്ല എങ്കിൽ ഫിസിക്കൽ കിങ്ഡം ഓഫ് ഗോഡിൽ ഞാൻ എത്തത്തില്ല. ആത്മീയമായിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ സ്വർഗരാജ്യത്തിൽ, ഈ ഭൂമിയിൽ ഞാൻ ഭാഗമല്ലെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ മരണശേഷം ഭൗതികമായ സ്വർഗരാജ്യത്തിൽ ഞാൻ ഒരിക്കലും എത്തത്തില്ല. കാരണം ഈ ഭൂമിയിൽ കർത്താവ് റിക്രൂട്ട് ചെയ്ത്, പരിശുദ്ധാത്മാവ് റിക്രൂട്ട് ചെയ്ത് നിന്നെ സഭയിലേക്ക് കൊണ്ടുവന്ന് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ട് അതിൻ്റെ സിറ്റിസൺസ് ആക്കി നമ്മളെ മാറ്റിയിരിക്കുക. ആ സിറ്റിസൺസിന് മാത്രമേ സ്വർഗത്തിൽ എത്തുവാനായിട്ട് കഴിയൂ. അടുത്ത വാക്യങ്ങളിലേക്ക് പോകുന്നു. ഞാൻ ഒന്നുകൂടെ ക്യാപ്പ് ഓഫ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കേട്ടത് 3 വിഷയങ്ങളാണ്. ഒന്ന് കേട്ടത്, അൺലെസ് യു ആർ ബോൺ അഗെയിൻ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുക. ഇതിനെല്ലാം പിന്നിൽ അൺലെസ് എന്ന് നമ്മൾ ചേർക്കണം. അൺലെസ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3:3 നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞതാ, അല്ലേ? നീ വീണ്ടും ജനിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. രണ്ടാമത് നമ്മൾ കേട്ടത്, mere confession is not enough എന്ന് പറഞ്ഞാൽ, unless you don't live a life worth it to be called a Christian, you cannot enter into the God's kingdom. മത്തായിയുടെ സുവിശേഷം 7:21 കേട്ടു, കർത്താവേ കർത്താവേ എന്ന് തന്നെ വായ് കൊണ്ട് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പറച്ചിലല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. മൂന്നാമത് നമ്മൾ കേട്ടത്, unless you become a child, you won't be able to get into the kingdom of God. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കേട്ടത്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 4-ാമത്തെ പോയിന്റാണ്. It is hard for them who trust in worldly riches to enter God's kingdom. Unless you are willing to leave the worldly riches, you won't be able to enter into God's kingdom and enjoy the true riches of God. ഈ ലോകത്തിലെ ചില ധനമാന സുഖങ്ങൾ വിടുവാൻ നീ തയ്യാറായില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ദൈവത്തിന്റെ നിക്ഷേപങ്ങളെ പ്രാപിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. Amazing. It is amazing. It is mind-blowing, my brothers, my sisters. ഈ ലോകത്തിലെ ചില ധനങ്ങളും ചില മാനങ്ങളും ചില സുഖങ്ങളും ചില പേരുകളും ചില പെരുമകളും നിനക്ക് വിടുവാൻ തയ്യാറായില്ല എങ്കിൽ ലോകത്തിനെതിരെ നിൽക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിൽ നിനക്ക് കടന്ന് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ പ്രാപിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് വരികയാണ്. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഞാൻ ആ മൊത്തം ഭാഗം വായിക്കുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവ് പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. ഇവനെ കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും ഇതിന് പാരലൽ പാസേജ് ഉണ്ട്. അതുപോലെ ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിലും ഇതേ സംഭവം തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പ്രമാണി എന്നാണ് എഴുതിയിരിക്കുന്നത്, എ റൂളർ. സോ ദാറ്റ് മീൻസ് എ യങ് മാൻ ഹു ഈസ് എ റൂളർ. സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായിരുന്ന വിദ്യാസമ്പന്നനായ ധനവാനായിരുന്ന ഒരു ചെറുപ്പക്കാരനെന്ന് നമുക്ക് എങ്ങനെ കരുതാം? ഹല്ലേലൂയ. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, റിച്ച് യങ് റൂളർ, യൗവനക്കാരനായിരുന്ന ഒരു പ്രമാണി. കർത്താവ് അവനെ തേടി പോയതല്ല, അവൻ സുവിശേഷം കേട്ടു, കർത്താവിനെ കുറിച്ച് കേട്ടു. ഇവിടെ അവൻ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. ശ്രദ്ധിക്കണമേ, നമ്മൾ സുവിശേഷം പറഞ്ഞ് വെളിയിലേക്ക് പോയി കൊണ്ടുവന്ന ഒരാളെ കുറിച്ചല്ല ഈ പറയുന്നത്. പിന്നെയോ സഭയെക്കുറിച്ച് കേട്ട്, സുവിശേഷത്തെ കുറിച്ച് കേട്ട്, കർത്താവിനെ അന്വേഷിച്ച് സഭയ്ക്കുള്ളിലേക്ക് വന്ന ഒരാളെ കുറിച്ചാണ്. ആ ആളിനെ കുറിച്ച് എത്രമാത്രമായിരിക്കും നമ്മുടെ ചിന്ത ആത്മീയതയെക്കുറിച്ച്? നമ്മൾ പറയും അമേസിങ് അല്ലേ? കർത്താവിനെ അന്വേഷിച്ച് വന്ന ഒരു വ്യക്തി. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കേൾക്കണമേ, ഹല്ലേലൂയ, ഈ വ്യക്തിയുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ഗുണങ്ങളൊന്ന് ചിന്തിക്കണം. അവൻ വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. കർത്താവിനോട് ചോദിച്ചു, ഹൗ ഷാൽ ഐ ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്?
അവൻ്റെ ചോദ്യം എത്ര പ്രസക്തമാണ്. ഈ ലോകത്തിൽ അനേകര് നിത്യജീവൻ എന്താണെന്ന് പോലും അറിയാതെ, ഈ ലോകമാണ് സകലതുമെന്ന് പറഞ്ഞ് ലോകത്തിൽ മാത്രം ജീവിക്കുമ്പോൾ, മുങ്ങി ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ധനവാന്മാര് പാപത്തിന്റെ വഴികളിൽ, വിക്കറ്റ്നെസ്സിൽ, ദുഷ്ടത കൊണ്ട് അവർ ജീവിച്ചു പോകുമ്പോൾ, ഇതാ അവരിൽ ഒരുവൻ നിത്യത അന്വേഷിച്ച്, നിത്യജീവനെ അന്വേഷിച്ച്, ഇതാ യഥാർത്ഥ ഗുരുവിന്റെ അടുക്കലേക്ക്, സാക്ഷാൽ കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. അവനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പറയും, ഇവനൊരു അപ്പസ്തോലനായി തീരും. ഇവനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. പറയുന്നില്ലേ? അത് തന്നെയാണ് കർത്താവ് പറയുന്നത്, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ പദ്ധതിയുണ്ട്. അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ കർത്താവ് പറയുന്ന, അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്നാണ് പറയുന്നത്. കാരണം കർത്താവ് കഴിഞ്ഞ 30 വർഷക്കാലം ജീവിച്ചപ്പോൾ ആരിലും കാണാത്ത പ്രത്യേകതകളാണ് ഈ വ്യക്തിയിൽ അവൻ കണ്ടത്. കാരണം അവനോട് കർത്താവ് പറഞ്ഞു, നീ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന്. കൽപ്പനകൾ ഏതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, അപ്പനെയും അമ്മയെയും നീ സ്നേഹിക്കണം, ഇത്യാദി കാര്യങ്ങൾ ചില പഴയ നിയമത്തിലെ കൽപ്പനകൾ പറഞ്ഞു. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? ചെറുപ്പം മുതൽ ഇതൊക്കെയും ഞാൻ ആചരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ മുഴുവനും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന്? ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഈ മനുഷ്യൻ തീർച്ചയായിട്ടും നമ്മൾ പറയും, ഈ മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്ക് കടക്കേണ്ടവനല്ല, അവൻ ഓൾറെഡി സ്വർഗരാജ്യത്തിലാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോകും. കാരണം നമുക്ക് ആർക്കും ഇല്ലാത്ത ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യനാ. ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ, പരീക്ഷനായ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ, ആരുടെ മുമ്പിൽ മുട്ടുകുത്തിയോ ആ വ്യക്തിയെ തന്റെ ഗുരുവായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം യേശു കർത്താവിനെ റബ്ബിയായി അംഗീകരിച്ച്, ഗുരുവായി അംഗീകരിച്ച് അവന്റെ മുമ്പിൽ മുട്ടുമടക്കി. ചെറുപ്പക്കാരൻ, കർത്താവ് അവനെ നോക്കി. വചനം പറയുന്നു, 21-ാമത്തെ വാക്യം പറയുന്നു, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. പക്ഷേ കർത്താവിന്റെ കണ്ണവന്റെ ഉള്ളിലേക്ക് കടന്നു, അവന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് കടന്നു, അവന്റെ ചിന്തകളിലേക്ക് കടന്നു, അവന്റെ ജീവിതത്തിന്റെ നിരൂപണങ്ങളിലെ ഇന്റൻഷൻസിലേക്ക് കടന്നു. അവൻ എന്തിനു വേണ്ടിയാണ് ജീവിതത്തിൽ ഹല്ലേലൂയ ജീവിക്കുന്നതെന്ന് അറിഞ്ഞു. അവന്റെ മുന്നോട്ടുള്ള ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. യു ലാക്ക് വൺ തിങ്. നീ എല്ലാം ചെയ്യുന്നുണ്ട്. യു ഹാഡ് എ വെരി ഗുഡ് അപ്ബ്രിംഗിങ്. You know about God. You know what is that one thing which is great, that is eternal life. You know everything and you have come to the right place, that is me. കർത്താവ് പറഞ്ഞു, നിനക്കെല്ലാം അറിയാം, നിനക്ക് എല്ലാ ഗുണങ്ങളുമുണ്ട്, നീ എത്തേണ്ട ഇടത്താണ് എത്തിയത്, നിന്റെ ആഗ്രഹമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആഗ്രഹം. പക്ഷേ അതിന് തടസ്സമായി, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമായി നിന്നിലൊരു കുറവുണ്ട്. ആ ഗേറ്റിലൂടെ കടക്കണമെങ്കിൽ, ആ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കണമെങ്കിൽ, പൈതലേ സഹോദര, നിന്നിലൊരു കുറവുണ്ട്. നീ ആ കുറവൊന്ന് മാറ്റിയാൽ മതി. ഒരുപക്ഷെ ഈ കുറവായിരിക്കും അനേകായിരങ്ങളെ, അനേക കോടി മനുഷ്യരെ ഇന്ന് സ്വർഗരാജ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഈ ഒരൊറ്റ കുറവ് മാറ്റിയാൽ മതി, അനേകർ സ്വർഗരാജ്യത്തിനുള്ളിൽ കടക്കും. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, സഹോദര, ദൈവസഭയിലുള്ളവരെല്ലാവരും സ്വർഗരാജ്യത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ടിയില്ല, ഒരു സെക്കൻഡ് പോലും വേണ്ട. ഞാൻ തീർത്തും പറയും, അല്ല. ദൈവസഭയ്ക്കകത്തുള്ളവരെല്ലാം സ്വർഗരാജ്യത്തിലാണോ? നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? നിങ്ങൾ കണ്ടിട്ടുള്ള ദൈവസഭകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ പരിചയപ്പെട്ട സഹോദരന്മാരെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? അവർ സ്വർഗരാജ്യത്തിലാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ സഭയ്ക്കകത്ത. ചില സഭകളുടെ പേരുകൾ പറഞ്ഞിട്ട് പറയാൻ പറ്റും സഭയ്ക്കകത്ത, അല്ലെങ്കിൽ പറയാൻ പറ്റും മൗണ്ട് ചർച്ചിലാണ്. മൗണ്ട് ചർച്ചിലായതുകൊണ്ട് ഗോഡ്സ് കിങ്ഡത്തിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ സഹോദര സഹോദരി. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനത്തിന്റെ മുമ്പാകെ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത്. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. ആ കുറവ് മാത്രമാണ് നിന്നെ ദൈവരാജ്യത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത്, നിത്യജീവനിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താ കുറവെന്നറിയാമോ? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവ് എല്ലാവരോടും ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സക്കായിയെക്കുറിച്ച് അറിയാൻ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയും ധനവാനായ മനുഷ്യനാണ്. മറ്റുള്ളവരുടെ പണം പിടിച്ചു പറിച്ച് ധനവാനായ മനുഷ്യനാണ് സക്കായി. എന്നാൽ സക്കായിയോട് പോലും കർത്താവ് പറഞ്ഞില്ല, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രരാക്കി കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വരാൻ. പക്ഷെ ഈ മനുഷ്യനോടത് പറഞ്ഞു. അതിന് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് വഴികളുണ്ട്. ഒന്ന്, സക്കായിയെ വിളിക്കുവാൻ ദൈവം ആഗ്രഹിച്ച വിളിയല്ല ഈ മനുഷ്യനെ വിളിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത്. ശ്രേഷ്ഠമേറിയ ഒരു വേല ഇവനെ ഏൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠമേറിയ ഒരു വേല നിന്നെ ദൈവം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രേഷ്ഠമേറിയ ചില കാര്യങ്ങൾ നീ കർത്താവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ ഒരു വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഒരു സ്കൂളിലെ പിയൂണാകാൻ വേണ്ടി എഴുതുന്ന ടെസ്റ്റ് അല്ല ഡിസ്ട്രിക്ട് കളക്ടർ ആകണമെന്നുണ്ടെങ്കിൽ പഠിക്കുവാൻ്റെ കൊണ്ടുള്ള സിവിൽ സർവീസിൻ്റെ എൻട്രി. അറിയാമോ? നമ്മളെ ഏത് സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നുവോ ആ സ്ഥാനത്തിനനുസരിച്ച് എൻട്രി ടെസ്റ്റിൻ്റെ ഡെപ്ത് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാക്കണമേ, നമ്മളെ ഏത് സ്ഥാനത്തേക്ക് കർത്താവ് വിളിക്കുന്നുവോ, ഏത് സ്ഥാനത്താക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ, ഏത് വഴികളിൽ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നമ്മളെ കടത്തിവിടുന്ന ടെസ്റ്റുകൾക്കും വ്യത്യാസമുണ്ട്. നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഇവനോട് പറയുക, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കണം. അതവന് വലിയ വേദനയുണ്ടാക്കി. അത് കർത്താവിന് നന്നായിട്ട് അറിയാം എത്രമാത്രം അവൻ്റെ ധനത്തെ സ്നേഹിച്ചു എന്ന് കർത്താവിനറിയാം. അടുത്ത വാക്യം നോക്കിയേ, യേശു 22-ാമത്തെ വാക്യം, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ദുഃഖിതനായി അവൻ പോയി. ഹല്ലേലൂയ. നമുക്കറിയാം ഇതിൻ്റെ കോൺട്രാസ്റ്റ് സക്കായിയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ. സക്കായിയോട് നിനക്കെല്ലാം ഉള്ളതെല്ലാം വിറ്റുകൊടുക്കാൻ പറഞ്ഞില്ല. സക്കായി യേശുവിനെ കണ്ടതേ ഉള്ളൂ. സക്കായി യേശുവിന്റെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ ഉടനെ സക്കായി മനസ്സാന്തരവൻ ഉള്ളിലേക്ക് വന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന് 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. അത് മാത്രമല്ല, എനിക്കുള്ളതിന്റെ പകുതി ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം. യു നോ ദ റെവലേഷൻ. ഇവൻ പണത്തെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് കർത്താവിൻ്റെ വാക്ക് കേട്ടവൻ ദുഃഖത്തോടെ പോയി കളഞ്ഞു. അതിദുഃഖിതനായി പോയി കളഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത എന്താണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളോട് ചിലത് വിട്ടുകളയാൻ പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടുകളയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിൽ പലരും ജീവിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. കൂട്ടുകാരെ വിട്ടുകളയാൻ ബുദ്ധിമുട്ടാണ്. ലോകത്തിന്റെ ലൈഫ് സ്റ്റൈൽ വിട്ടുകളയാൻ ബുദ്ധിമുട്ടാണ്. ലോകത്തോടുള്ള ബന്ധം വിട്ടുകളയാൻ ബുദ്ധിമുട്ടാണ്. ദൈവസഭയേക്കാൾ, ദൈവരാജ്യത്തെക്കാൾ, ദൈവ വിഷയങ്ങളെക്കാൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെ അധികം പ്രമോദിക്കുന്ന നമുക്ക് അതിനെ വിട്ടുകളയുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. മറന്നു പോകരുതേ സഹോദരങ്ങളെ, ഇത് രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു, 2 യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. പക്ഷേ വി ആർ ട്രൈയിങ് ടു സെർവ് 2 മാസ്റ്റേഴ്സ് സൈമൾട്ടേനിയസ്ലി. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? 2 യജമാനന്മാരെ സേവിക്കുവാൻ തക്കവണ്ണം മാക്സിമം ശ്രമിക്കുക. പോയിന്റ് മനസ്സിലായോ? ചിലർ അതിനകത്ത് വിജയിച്ചെന്ന എല്ലാവരോടും പറയുന്നത്. കർത്താവ് പറയുന്നത് പറ്റത്തില്ലെന്ന്. പക്ഷെ നമ്മൾ കർത്താവിനോട് പറയാം, ഞങ്ങൾക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ സഹോദര സഹോദരി? ഇവിടെ പറയുന്നത് ഇതാ, നിന്റെ മേൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്, നിന്നെ ബാധിച്ചിരിക്കുന്ന സ്പിരിച്വൽ ക്യാൻസറിനെ ഞാൻ കട്ട് ചെയ്ത് കളയാം. കർത്താവ് പറയുക, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ദൈവ മഹത്വത്തിൽ നിന്ന് ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് തടസ്സമായി നിന്നിൽ വ്യാപരിക്കുന്ന ആ സ്പിരിച്വൽ ക്യാൻസറിനെ ഞാൻ നിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാം. സേ യെസ് ടു മീ. നീ എന്നോടൊന്ന് സമ്മതിച്ചാൽ മാത്രം അത് ചെയ്യാൻ. കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ മുമ്പിൽ തുറന്നിടുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യ എന്ന് ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി. നമ്മളിൽ പലർക്കും ആ വാക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വില കൊടുക്കാൻ നമുക്ക് തയ്യാറല്ല. എന്നാൽ അത് പറയുന്ന സഹോദരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇവിടെ നോക്കിക്കേ, യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്, കടക്കുന്നത് എത്ര പ്രയാസം. ചിന്തിച്ചു നോക്കിക്കേ, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അതിൻ്റെ അർത്ഥം സമ്പത്തിനെ സ്നേഹിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഫിലോമോനെ കുറിച്ചൊക്കെ അറിയാം കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിസമ്പന്നരായിരുന്ന ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദൈവ വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അവരുടെ സമ്പത്തിനൊന്നും വില കൊടുത്തില്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അന്നത്തെ വിശുദ്ധന്മാർ തങ്ങൾക്കുള്ളതൊക്കെ വിറ്റിട്ട് അത് കൊണ്ടുവന്നിട്ട് ആ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് അത് സഹോദരങ്ങൾക്കിടയ്ക്ക് അത് വീതിച്ചെടുക്കുന്നതായിട്ടൊക്കെ വായിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അനന്യാസിൻ്റെയും സഫീറയുടെയും ഒക്കെ കഥ കേൾക്കുന്നത്. അപ്പോൾ അന്ന് ധനവാന്മാരായിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം കർത്താവും തങ്ങളുടെ ധനവും അല്ലെങ്കിൽ തങ്ങളുടെ സമൃദ്ധിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരെല്ലാം കർത്താവിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. നിന്റെ സമ്പത്ത് വലിച്ചെറിയേണ്ട കാര്യമില്ല. കർത്താവ് അത് വലിച്ചെറിയാൻ നിന്നോട് പറഞ്ഞെങ്കിൽ മാത്രം നീ വലിച്ചെറിഞ്ഞാൽ മതി. നിന്റെ ജോലി വലിച്ചെറിയേണ്ട കാര്യമില്ല. കർത്താവ് നിന്നോട് പറയുക, നിന്റെ ജോലി കളയാൻ പറഞ്ഞാൽ മാത്രം നീ കളഞ്ഞാൽ മതി. കാരണം കർത്താവിന് അറിയാം നിന്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്. ചിലർ പറയത്തില്ലേ, എൻ്റെ ജോലി കളഞ്ഞിട്ടുള്ള കാര്യമില്ല. നമുക്ക് പലപ്പോഴും ചോയ്സസാണ്.
നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്, വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ് സഹോദര സഹോദരി? കർത്താവിന്റെ ദൈവിക വിഷയമായുള്ള സമ്പന്നതയാണോ നാം ആഗ്രഹിക്കുന്നത്, അതോ ഭൗതികമായ വിഷയത്തിലുള്ള സമ്പന്നതയാണോ? പലരും വളരെ പയസ് ലാംഗ്വേജ്, റിലീജിയൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പാടും, പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക, അവർ കൊടുക്കുന്ന പ്രാധാന്യം മുഴുവനും ഈ ലോകത്തിന്റെ വഴികൾക്കാണ്, സമ്പത്തിന് വേണ്ടിയാ, അല്ലേ? തെളിവ് ഞാൻ പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സമ്പത്ത് തന്നെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. എത്ര വർഷമായി ഈ രാജ്യത്ത് നമ്മൾ കടന്നു വന്നിട്ട് എത്രമാത്രം സമ്പത്ത് നമുക്കുണ്ടായി? ഇവിടെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പേരിലുണ്ടത് എന്തുണ്ടായിരുന്നു? ഇപ്പോൾ നമ്മുടെ പേരിൽ എന്തുണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ വർത്ത് എത്രയാണ്? അത് ഭൗതികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ആത്മീയമായ വിഷയത്തിലേക്ക് പോകാം. ഇവിടെ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മൾ എങ്ങനെ? ദൈവവചനം പറയുന്നു, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കാലം വെച്ച് നോക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന നമുക്ക് ഇപ്പോഴും എന്താ വേണ്ടത്? പാല. നമ്മളിൽ എത്ര പേർക്ക് ഉപദേഷ്ടാക്കന്മാരാകുവാൻ കഴിഞ്ഞു? നമുക്ക് എത്ര പേർക്ക് മറ്റുള്ളവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനൊക്കെ കഴിഞ്ഞു? ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കി മാറുവാൻ എത്ര പേർക്ക് കഴിഞ്ഞു? ഭൗതികമായി കടം കൊടുക്കുവാൻ നമ്മുടെ കയ്യിലുണ്ട്, ബാങ്കിലിടുവാൻ നമ്മുടെ കയ്യിലുണ്ട്, പലിശ വാങ്ങിക്കുവാൻ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ പലിശ വാങ്ങിക്കുന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ നമ്മുടെ കയ്യിൽ ഇന്ന ഭൗതികമുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആത്മീയം എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? നമ്മളിൽ പലരും ആ വിഷയത്തിൽ ബാങ്ക്രപ്റ്റ്. അത് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ്. ഭൗതികത്തിന് വേണ്ടി ആരധ്വാനിച്ചോ അവർക്ക് ഭൗതികമായത് കൂടി, ആത്മീകത്തിന് വേണ്ടി ആരധ്വാനിച്ചോ അവർക്ക് ആത്മീകമായത് കൂടി. ഇത് മറന്നു പോകരുത് ദൈവമക്കളെ. ഇത് തന്നെയാണ് കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോഴും സംഭവിക്കുന്നത്. ശ്രേഷ്ഠമേറിയ കർത്താവിൻ്റെ സന്നിധി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിൽ പലരും ലജ്ജിച്ചു പോകുവാനുള്ള കാരണം ഇതാ. കർത്താവേ, ഈ ഭൂമിയിൽ എനിക്ക് തന്ന ആയുസ്, എനിക്ക് ആരോഗ്യം തന്നിരുന്നു, ചലിക്കുന്ന കൈയും കാലുകളും തന്നിരുന്നു. ഞാൻ മുടന്തനല്ലായിരുന്നു, ഞാൻ കുരുടനല്ലായിരുന്നു, ഞാൻ ചെകിടനല്ലായിരുന്നു, ഞാൻ ഊമനല്ലായിരുന്നു. അവിടുന്ന് ആരോഗ്യം എനിക്ക് തന്നു, ബലം എനിക്ക് തന്നു. ഹല്ലേലൂയ. എനിക്ക് എല്ലാ സാഹചര്യങ്ങളും തന്നു. പക്ഷേ അതൊക്കെയും എനിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. ഈ കുറച്ചു കാലം ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിലുള്ളതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞ് ലജ്ജിപ്പാൻ തക്കവണ്ണം ഇടയാവരുത്. ഹല്ലേലൂയ. പുഴുവും തുരുമ്പ് പിടിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപം വരുത്. പുഴുവും തുരുമ്പും എടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം വയ്ക്കുവേൻ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. പലപ്പോഴും നമ്മുടെ ഹൃദയം തകരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നിക്ഷേപത്തിൽ ആരെങ്കിലും തൊടുന്നത് കൊണ്ടാണ്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ ചിന്ത എപ്പോഴും സ്വർഗത്തെക്കുറിച്ചായിരിക്കും കേട്ടോ. മനസ്സിലായോ? നമ്മുടെ നിക്ഷേപം ഈ ഭൂമിയിലാണെങ്കിൽ നമ്മുടെ ചിന്ത എപ്പോഴും ഭൂമിയെക്കുറിച്ചായിരിക്കും. ശരിയല്ലേ? അല്ലേ? ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളവരൊക്കെ എപ്പോഴും എടുത്ത് ഷെയർ ലിസ്റ്റിംഗ് നോക്കും, അല്ലേ? ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും ഒക്കെ വില എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, പേപ്പറിനകത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇന്നുണ്ട് ഇപ്പോൾ എത്രയായി ഷെയറിന്, എത്രയായി? നാട്ടിൽ പൈസ അയക്കുന്ന ആളുകൾ, നാട്ടിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരൊക്കെ എപ്പോഴും നോക്കും പൗണ്ടിന് എത്ര ഉണ്ട് വില. ഇപ്പം 107 ഇപ്പം 99. അയ്യോ, പറഞ്ഞില്ലേ? അപ്പം ഹൃദയം എവിടെയായിരുന്നു? കൈ പോകുന്ന ഹൃദയത്തിൻ്റെ അവിടെ ഉണ്ട്. ഞാൻ ആരെയും കുറ്റം വിധിക്കുകയല്ല ദൈവമക്കളെ. ദിസ് ഇസ് എ ടെസ്റ്റ് ടു സീ വെദർ വി ആർ റിയൽ ഓർ വി ആർ നോട്ട് ഫേക്ക്. നമ്മൾ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതിൻ്റെ ടെസ്റ്റുകളാണ് ഇതൊക്കെ. മെനി എ ടൈംസ് when the Lord opens our heart, we know that we are not what we think we are. നമ്മളായിരിക്കുന്നു എന്ന് പറയുന്നതൊന്നുമല്ല നമ്മളെന്ന് കർത്താവ് ഹൃദയത്തെ തുറക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഇവിടെ പറയുകയാണ് കർത്താവിനോട്, അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര. അവിടെ വ്യക്തമായിട്ട് കർത്താവ് ഒന്നുകൂടെ പറയാം, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എ മാൻസ് പ്രോസ്പെരിറ്റി doesn't consist anything of him. His possessions doesn't consist anything of him. ഹല്ലേലൂയ. അവന് വസ്തുവക ഉള്ളതല്ല, നമുക്കുള്ളതല്ല നമ്മുടെ ജീവൻ ആധാരമായിരിക്കുന്നത്. Our life doesn't consist of the abundance we have. Our life doesn't consist of the possessions we have. എൻ്റെയും നിങ്ങളുടെയും വിലയുടെ ആ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ ലോകം പറയും എൻ്റെ പേരിലുള്ള സ്വത്ത്, എൻ്റെ ക്വാളിഫിക്കേഷൻസ്, എൻ്റെ ജോബ് പൊസിഷൻ, എൻ്റെ ഈ ഭൂമിയിലുള്ള ഇൻഫ്ലുവൻസ്,
ഇതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ എന്നെ വിലയിരുത്തുന്നത്. പക്ഷെ കർത്താവ് വിലയിരുത്തുന്നത് ഈ ഭൂമിയിലുള്ളത് എന്തെങ്കിലും നോക്കിയല്ല. അതായത് ആ വാക്യത്തിൻ്റെ അർത്ഥം. യുവർ ലൈഫ് ഡസൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് യു പൊസസ് ഓർ അബണ്ടൻസ് ഓഫ് തിങ്സ് യു ഹാവ്. നമുക്കുള്ള ധാരാളമല്ല നമ്മുടെ ജീവനാധാരമായിരിക്കുന്നത്. വസ്തുവകയല്ല നമ്മുടെ ജീവനാധാരമായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് കടക്കുവാൻ്റെ കോണം തടസ്സമായി തീരരുത്. അനേകരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് തന്നെ അവരകന്നുപോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പശു ഇല്ലാതിരുന്ന സമയത്ത് പശുവിനെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പശു വന്നു കഴിഞ്ഞപ്പോൾ പശുവിനെ തീറ്റിക്കൊണ്ട് സഭയെ വിട്ടു. അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടോ? ഞാൻ നാട്ടിലുള്ള അമ്മച്ചിമാരെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ലേ? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൂട്ട് വലിയ ജോലിയും ഗൾഫും അമേരിക്കയും UK ഒന്നുമില്ല. അന്നുള്ളത് വീട്ടിലെ പറമ്പിലൊക്കെ കൂലിവേല ചെയ്തു, അല്ലെങ്കിൽ കൂലിവേല എന്നല്ല, എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ആടിനെയും പശുവിനെയും ഒക്കെ വളർത്തി ജീവിക്കുക. അപ്പോൾ ചർച്ചയിൽ വന്നൊരു അമ്മച്ചി എന്നും പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, ഞങ്ങൾക്കൊരു പശുവിനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സഭ ഒരുമിച്ച് പശുവിനെ വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മച്ചിക്ക് ഏതായാലും ഒരു പശുവിനെ കൊടുത്തു ദൈവം. സഭയിലുള്ളവരൊക്കെ കൊടുത്തത്. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അമ്മച്ചി വരാൻ താമസിക്കുന്നു. ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ചോദിക്കും, അമ്മച്ചി എന്തോ പറ്റി? അത് രാവിലെ പുല്ല് പറിക്കാൻ പോകണ്ടായോ? പശുവിനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഇല്ല, പുല്ല് പറിച്ചുകൊണ്ട് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 1.5 വിട്ടുള്ള ആഴ്ചകളിലായി വരാൻ തുടങ്ങി. എന്തോ പറ്റി? നമുക്കറിയാം, പശുവിൻ്റെ കാര്യങ്ങളിൽ അറിയാം. അത് പ്രസവിക്കാറായി, അതിനെ നോക്കണ്ടായോ? അതിൻ്റെ കാര്യങ്ങൾ നടത്തണ്ടായോ? പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാലായി, അത് കൊണ്ടു കൊടുക്കണ്ടായോ കടകളിലൊക്കെ? ലാസ്റ്റ് പാസ്റ്റർ ചോദിച്ചു, പണ്ട് പശുവിനെ വേണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇനി ഈ പശുവിന് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ, പശു വേണ്ട എന്നുള്ള രീതിയിൽ. അമ്മച്ചി പറഞ്ഞു, വേണ്ട. സഹോദര സഹോദരി, ജീവിതത്തിൽ പലതും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാമായിരുന്നു. സഹോദരങ്ങളോട് പറയുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സഹോദരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുനീര് കർത്താവ് കണ്ടു. ചില വിഷയങ്ങൾ കർത്താവ് വിടുതൽ തന്നു കഴിഞ്ഞപ്പോൾ നാം കർത്താവിന് കൊടുക്കേണ്ട സമയം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ വേണം. കർത്താവ് പറയുന്നു, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. എന്നിട്ട് താഴെ കർത്താവ് പറയുന്നുണ്ട്, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന എളുപ്പം. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ക്യാമൽ ടു ഗെറ്റ് ഇൻ ത്രൂ ദി ഐ ഓഫ് എ നീഡിൽ? ഒരു സൂചിയുടെ കുഴിക്കകത്തൂടെ. ഇതിനകത്ത് വലിയ ബൈബിൾ തിയോളജിയൊക്കെ പറയുന്നവരുണ്ട്. ഈ സൂചിക്കുഴി എന്നൊക്കെ പറയുന്നത്, സൂചിക്കുഴ എന്നൊക്കെ പറയുന്നത് യെരുശലേമിലെ ദേവാലയത്തിൻ്റെ ഒരു ഗേറ്റ് ആയിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ബൈബിൾ സിമ്പിളായിട്ട്, ഇത് സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇത്ര ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ സൂചി എന്ന് പറയുന്ന സാധനം 21-ാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തമൊന്നുമല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ ഒരു അല്പം സംസ്കാരം വന്നപ്പോൾ മുതലേ സൂചിയുണ്ട്. കാരണം തുണി ഉടുക്കുന്ന മനുഷ്യരാ പണ്ടത്തുള്ള മനുഷ്യരും. അപ്പോൾ തുണി കീറുമ്പോൾ അത് സൃഷ്ടി ചെയ്യാൻ നമുക്ക് സൂചി വേണം, എല്ലാവർക്കും അറിയാം. അപ്പോൾ സൂചിയുടെ കുഴ എന്താണെന്ന് ചോദിച്ചാൽ, ഐ ഓഫ് എ നീഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂചിയുടെ കുഴ. 15 വയസ്സുള്ള ഒരു പയ്യൻ്റെ കയ്യിൽ, ഒരു മോൻ്റെ കയ്യിൽ സൂചിക്കകത്തൂടെ നൂല് കോർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യും. നമ്മളോ കണ്ണാടി വെച്ചും പരത്തൊരു 4 കണ്ണാടി വെച്ചാലും പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇത് കർത്താവ് കണ്ടു കാണും. എന്നിട്ടാണ് പറയുന്നത്, ഒരു ഒട്ടകം ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കയറുന്നതിനേക്കാൾ എളുപ്പമാണ് ധനത്തിൽ ആശ്രയിക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ, മൈ ബ്രദർ, മൈ സിസ്റ്റർ? ഇറ്റ് ഈസ് ഫോർ us to examine ourselves. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യും. എന്തിനാ ഈ ലോകത്തിൽ പ്രാധാന്യം? നമ്മളിവിടെ ഇരുന്ന് പറയും, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. മൺഡേ ടു ഫ്രൈഡേ, മൺഡേ ടു സാറ്റർഡേ നമുക്ക് കാണാം അങ്ങനെ ആകുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വിൽ സ്പീക്ക്. നമ്മുടെ ജീവിതം അത് പറയും. അവർ ലൈഫ് സ്റ്റൈൽ വിൽ സ്പീക്ക് വാട്ട് സോർട്ട് ഓഫ് എ പേഴ്സൺ യു ആൻഡ് ഐ ആർ. നോട്ട് അവർ പ്രെയർ. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ പറഞ്ഞില്ല. പ്രാർത്ഥന കേട്ടാൽ കർത്താവിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ പോലെ തോന്നും. പ്രസംഗം കേട്ടാൽ അതിനേക്കാൾ തോന്നും. ജീവിതശൈലി, അതാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അപ്പോൾ unless you find a solution for this, you cannot get into the kingdom of God, God's kingdom. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകത്തെ സ്നേഹിച്ച് കൃപ നഷ്ടപ്പെട്ടവർ, വിളി നഷ്ടപ്പെടുത്തിയ ഒത്തിരി പേരുണ്ട്. ജൂദാസ് ഈസ്കറിയോത്ത്, എന്തോ വിളിയായിരുന്നു കർത്താവ് വിളിച്ചത്? കർത്താവിൻ്റെ അപ്പോസ്തലനാകാനുള്ള ശ്രേഷ്ഠമേറിയ വിളി. ഹല്ലേലൂയ. അവന് നഷ്ടപ്പെട്ടു പോയത് എന്തിനാണെന്നറിയാമോ? 30 വെള്ളിക്കാശിന് അവന് പോയി. 30 വെള്ളിക്കാശെന്നും പറഞ്ഞാൽ പോയ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവൻ്റെ കയ്യിലായിരുന്നു കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ വേലയ്ക്ക് വേണ്ടി മറ്റ് സഹോദരങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ഇരുന്നത്. അവിടെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ ബാഗിലിട്ടത് എടുത്തു വന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കൊടുത്തതാ, പക്ഷേ പുള്ളിക്കാരൻ്റെ ചിലവിനൊക്കെ അതാ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അവൻ പണ്ടേ ആ പണത്തോടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. 2 തീമോത്തി 4-ാം അധ്യായത്തിൽ ദീമാസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്.
അപ്പോസ്തലന്റെ സന്തത സഹചാരിയായിരുന്ന, കമ്പാനിയനായിരുന്ന, കൂട്ടുവേലക്കാരനായിരുന്ന ദേമാസിനെ കുറിച്ച് അവിടെ കേൾക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഗേഹസിയെ കുറിച്ച് നമുക്കറിയാം. ഗേഹസി ആരായിരുന്നു? എലീശയുടെ ശിഷ്യനായിരുന്നു. കാരണം എലീശ കഴിഞ്ഞ അടുത്ത ചാൻസ് ആർക്കാരെന്നറിയാമോ? ഗേഹസിക്കായിരുന്നു. കാരണം ഏലിയാവിന്റെ കൂട്ടുവേലക്കാരനായിരുന്ന, അല്ലെങ്കിൽ ഏലിയാവിന്റെ ബാല്യക്കാരനായിരുന്ന എലീശ ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് കിട്ടിയതുപോലെ എലീശയുടെ ബാല്യക്കാരനായിരുന്ന ഗേഹസിക്ക് എലീശയുടെ ഇരട്ടി പങ്ക് കിട്ടുമായിരുന്നു ആത്മാവിന്റെ. പക്ഷെ എന്താ പറ്റിയത്? നായമാന്റെ കുഷ്ഠം കിട്ടി. എന്തുകൊണ്ട്? സമ്പത്തിന്റെ പിന്നാലെ പോയി. ചിന്തിച്ചു നോക്കേണ്ടതാ നമ്മൾ മറന്നു പോകരുത്. ആഖാന്റെ കഥ നമുക്കറിയാം. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഖാനെ കുറിച്ച് അറിയാമോ? ഹായ് പട്ടണക്കാര് ഇസ്രായേലിന്റെ മുമ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ശപഥാർപ്പിതമായിരുന്നത് വെള്ളിയും പൊന്നും ഒക്കെ എടുത്ത് ആഖാൻ മറച്ചു വെച്ച് എന്ത് പറ്റിയെന്നറിയാമോ? അവൻ്റെ കുടുംബവും കല്ലേറുകൊണ്ട് ദൈവകോപത്തിന് കീഴ്പ്പെടുവാൻ്റെ ഗുണമിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ഈ കല്ലേറൊന്നുമില്ല കേട്ടോ. നഷ്ടപ്പെടുന്നത് ലാസ്റ്റ് മൊമെന്റിൽ മാത്രമേ തിരിച്ചറിയും. നീ മരിക്കുന്ന നിമിഷം തിരിച്ചറിയും നീ എവിടെയാ എത്തുന്നതെന്ന്. നമുക്ക് ഈ ഭൂമിയിൽ ആരെയും കളിപ്പിക്കാൻ പറ്റും കേട്ടോ. വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് കൈയൊക്കെ അടിച്ച് സുന്ദരക്കുട്ടനും സുന്ദരക്കുട്ടിമാരും ഒക്കെ ദൈവസഭയ്ക്കകത്ത് പോകാനൊക്കെ പറ്റും. ബൈബിളൊക്കെ കൈ പിടിച്ചുകൊണ്ട് നല്ല നീട്ടിപ്പാട്ട് പാടാൻ പറ്റും, കുറുക്കിപ്പാട്ട് പാടാൻ പറ്റും, ഉച്ചത്തിൽ പാടാൻ പറ്റും, പതുക്കെ പാടാൻ പറ്റും, മനോഹരമായ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മനുഷ്യനെ കളിപ്പിക്കുന്നത് പോലെയല്ല കർത്താവിനെ കളിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ അവസാന നിമിഷം, അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ നീ തിരിച്ചറിയും നീ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന്. കർത്താവ് പറയുന്നു, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ, ലോകത്തിൽ ആശ്രയിക്കുന്നവൻ, ലോകത്തിന്റെ നിക്ഷേപങ്ങളിൽ ആശ്രയിക്കുന്നവൻ, ജഡത്തിൽ ആശ്രയിക്കുന്നവൻ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോവുക സഹോദരങ്ങളെ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവനിലില്ല. പിന്നെ അങ്ങോട്ട് താഴോട്ട് പറയുന്നുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അല്ലേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിന്റെ വഴികളെ നമ്മൾ പിന്തുടരരുത്. ലോകത്തിന്റെ ശൈലികൾ നമ്മൾ അവലംബിക്കരുത്. നമ്മൾ ലോകത്തിന്റെ റിഫ്ലക്റ്റേഴ്സായിട്ട് തീരരുത്. നമ്മളെ കണ്ടാൽ ലോകക്കാരെ പോലെ ആവരുത്. നമുക്ക് വേർപാട് വേണം, വിശുദ്ധി വേണം. വേർപാടും വിശുദ്ധിയും പ്രസംഗത്തിലും പാട്ടിലുമല്ല, ജീവിതത്തിൽ വേണം. ചിലരുണ്ട് നല്ല നല്ല സൗണ്ട് ഡോക്ട്രിൻസ്, നല്ല ഉപദേശങ്ങളൊക്കെ പ്രസംഗിക്കും, പക്ഷേ ജീവിതത്തിൽ അതൊന്നുമില്ല കേട്ടോ. ജീവിതത്തിൽ ക്യാഷല്ല, ഫ്രീയാ. ചോദിച്ചാൽ പറയും പുതിയ നിയമത്തിൽ കൃപയ്ക്ക് കീഴിലാണ് ഞാൻ, അതുകൊണ്ടാണ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ പറയരുത് മോശയുടെ പ്രമാണമാണ്. അങ്ങനെയുള്ളവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, അങ്ങനെയായിരുന്നെങ്കിൽ സുവിശേഷം മാത്രം മതിയായിരുന്നു. പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളൊന്നും വേണ്ടായിരുന്നു കേട്ടോ. 21 ലേഖനങ്ങൾ വേണ്ടായിരുന്നു. പ്രമാണമൊന്നുമില്ലെങ്കിൽ ലേഖനങ്ങൾ പ്രമാണങ്ങളാണ്. പുതിയ നിയമസഭയ്ക്കുള്ള പ്രമാണങ്ങളാണ് ലേഖനങ്ങൾ. അതിനെ നാം അനുസരിക്കണം. ദൈവസഭയുടെ ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ പ്രസംഗത്തിലല്ല, ജീവിതത്തിലായിരിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനം, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. നമ്മളൊക്കെ ഈ വാക്യങ്ങൾ അറിയാവുന്നവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഇതിലിരിക്കുന്ന ചിലരൊക്കെ പ്രസംഗിച്ചിട്ടുള്ളവരാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ലോകത്തിൻ്റെ സ്നേഹിതനാണോ? സ്വയം തീരുമാനിക്കുക. ലോകത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ, ലോകത്തിൻ്റേതെന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ശത്രുവായിരിക്കും. ദൈവം എൻ്റെ പക്ഷത്തല്ല, ദൈവം എൻ്റെ എതിരായിട്ട് നിൽക്കും. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 5-ാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്കറിയാം പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെക്കുറിച്ച് ചില ഭാഗങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 19-ാമത്തെ വാക്യം നോക്കിയേ. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ആർക്ക്? ഇസ്രായേൽ ജനത്തെ കർത്താവ് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വിടുവിച്ചു.
സഹോദര സഹോദരി, മിസ്രൈമിൽ നിന്ന് വിടുവിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവ് ചെയ്തു. അതിന് പിന്നിൽ ഒത്തിരി അധ്വാനങ്ങളൊക്കെ ഉണ്ടായി മനുഷ്യർക്ക്. ഫറവോൻ പലതവണ ഹൃദയത്തെ കഠിനപ്പെടുത്തി. അവിടെയൊക്കെയും മോശയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. ദൈവജനം പീഡിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ ഉണ്ട്. പക്ഷെ മിസ്രൈമിൽ നിന്ന് ദൈവം മനുഷ്യനെ അവരെ വിടുവിച്ചത് എന്തിനാണെന്നറിയാമോ? കനാൻ ദേശത്ത് അവരെത്തിക്കാനാ. മറക്കരുത് സഹോദരങ്ങളെ, ഒരിടത്തു നിന്ന് നിന്നെ ദൈവം വിടുവിച്ചത് മറ്റൊരിടത്ത് നിന്നെ എത്തിക്കാനാണ്. എന്നെ വിടുവിച്ചു വിടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിറിയാം പാട്ടുപാടിയതോടെ പാട്ടുപാടി നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നീ എത്തേണ്ടിടത്ത് എത്തിയോ എന്നാണ് നീ നോക്കേണ്ടത്. എത്തേണ്ടിടത്ത് എത്തുന്നത് വരെ നിനക്ക് സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ല ഇൻ ദ സെൻസ് അധ്വാനിച്ചു കൊണ്ടിരിക്കണം. മുമ്പേ പറഞ്ഞതുപോലെ ബലാത്കാരനെ അധ്വാനിച്ചു കൊണ്ടിരിക്കണം. എവിടെയാ സ്വസ്ഥത എന്നറിയാമോ? നാലാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഒരു സ്വസ്ഥതയെക്കുറിച്ച് അവിടെ പറയുന്നത്. ആ സ്വസ്ഥതയാണ് കിങ്ഡം ഓഫ് ഗാഡ്. റെസ്റ്റ് ഓഫ് ഗോഡ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവത്തിന്റെ രാജ്യം. നമുക്കറിയാം പുതിയ നിയമത്തിന്റെ ഇക്വലന്റ് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ പറയുന്നു മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു, അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം കനാൻ ദേശത്ത് എത്തിക്കാമെന്ന്. അപ്പം മിസ്രൈമും കനാൻ ദേശവും എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ അതിന്റെ ഈക്വലന്റ് എന്താണെന്നറിയാമോ? പുതിയ നിയമത്തിൽ നമ്മളെ എവിടെ നിന്നാണ് വിടുവിച്ചത്? പാപത്തിൽ നിന്ന് വിടുവിച്ചു, പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ പറയുന്നത് സ്വസ്ഥതയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ആ സ്വസ്ഥത എവിടെ? ദൈവരാജ്യം. ഈ ഭൂമിയിലെ ദൈവരാജ്യം. ആ ഭൂമിയിലെ ദൈവരാജ്യം കഴിയുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിലെത്തുന്നത്, ഭൗതിക രാജ്യത്തിലെത്തുന്നത്. അപ്പൊ സഹോദര സഹോദരി, എന്നെ പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചെങ്കിൽ, മിസ്രൈമിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഉറക്കെ പാടിയാ പോരാ, പറവോനു ഞാനിനി അടിമയല്ല. നമുക്ക് പാടാൻ ഭയങ്കരമല്ലേ? പക്ഷെ പറവോൻ അടിമയല്ലേ സഹോദരങ്ങളെ നമ്മളിൽ പലരും? അല്ലേ? ദൈവസഭയ്ക്കകത്ത് സിനിമ കണ്ടുകൊണ്ടിരുന്ന് എൻജോയ് ചെയ്യുന്നവരുണ്ട്. സിനിമ കാണുകയോ കാണാതിരിക്കാതെ നിങ്ങളുടെ ഇഷ്ടം. സീരിയൽ കണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്. ചിലർ പറയും ഞാൻ സിനിമയും സീരിയലും ഒന്നും കാണത്തില്ല, പക്ഷേ ന്യൂസ് എല്ലാ ചാനലും അരമണിക്കൂർ വീതം കണ്ടൊരു 4 മണിക്കൂർ ഞാൻ അതിന് കളയും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സിനിമ കാണുന്നതും നീ 4 മണിക്കൂർ ന്യൂസിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും ഒരു വ്യത്യാസവുമില്ല. നീ ഒന്നുകൂടെ പാപം ചെയ്തത്. ഈ പറയുന്നവർക്ക് ആർക്കും ബൈബിൾ വായിക്കാൻ സമയമില്ല, ദൈവവചനം പഠിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. ദൈവസഭ ഒരു ഉപവാസം പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസത്തിന് വരാൻ സമയമില്ല, ഒന്നിനും സമയമില്ല, ഭയങ്കര ബിസിയാ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഫേസ്ബുക്കിൻ്റെ ബുക്കിൽ എല്ലാവരും ഫേസ്ബുക്ക് യൂസേജ് എത്ര ടൈമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടി ഇല്ലേ? പണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടായിരിക്കും അത്. അതിനകത്ത് പറയും ഇത്ര അവേഴ്സ് നമ്മൾ ഈ ആഴ്ച കണ്ടെന്ന്. ഒന്ന് നോക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ പറ്റും എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു, എത്ര മണിക്കൂർ ഫേസ്ബുക്കിന് മുമ്പിലിരുന്നെന്ന്. That shows that what are we giving weightage to? ജീവിതത്തിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അതാ തെളിയിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ദൈവമക്കളെ. സോഷ്യൽ മീഡിയ ഇന്നത്തെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് പ്രയോജനമുള്ള ഭാഗങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇന്റർനെറ്റിനകത്ത് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. എൻ്റെ ഒത്തിരി മിനിസ്ട്രി ഇന്റർനെറ്റിനകത്ത് നടക്കുന്നുണ്ട്, എനിക്കറിയാം. അതുള്ളതോർത്ത് നന്ദിയോടെ ദൈവത്തിനെ ഞാൻ സ്തുതിക്കുക. നോക്കുന്നതെല്ലാം പിശാചിൻ്റെതാണ്. അതിനിടയ്ക്ക് കർത്താവിൻ്റെ കുറച്ച് കാര്യങ്ങൾ എത്രമാത്രം കയറ്റാൻ പറ്റുമോ അത്രമാത്രം ഞാൻ ചെയ്യും, നിങ്ങളും ചെയ്യണം. സോഷ്യൽ മീഡിയ ചെയ്യരുതെന്നല്ല പറയുന്നത്, പക്ഷേ യു ഗോട്ട് ടു ബി വെരി വെരി വിജിലന്റ് ദ ടൈം യു ആർ സ്പെൻഡിങ് ഫോർ ദാറ്റ്. നിങ്ങളെ അതൊന്നും അടിമയാക്കരുത് കേട്ടോ. പ്രാധാന്യമുള്ളതിന് വേണ്ടി വിട്ടിട്ട് അപ്രധാനമായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്. നിങ്ങൾക്കറിയാമോ അത് ഹൂക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? ചുമ്മാ അതൊന്ന് നോക്കിയിരുന്നാൽ മതി, പെട്ടെന്ന് സമയം പോകുന്ന അറിയത്തില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെ കുറേ നേരം അതിന് മുമ്പിൽ ഇരുന്നിട്ട് അഴുക്കൊന്നും കാണുന്നില്ല, വൃത്തിയോട്ട് ഗ്രോസ് സിൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മളൊക്കെ കാണുന്ന ക്ലീൻ കാര്യങ്ങളും അതും ഇതും ആ സഹോദരനെ അവരയച്ചു തന്നു ഇവരയച്ചു തന്നു. സഹോദരന്മാർ പോലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അതങ്ങോട്ട് കാണാൻ കേൾക്കും, അടുത്തത് വരും, നല്ല രസം, ഗുഡ് 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 ഗുഡ്, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. ചിലർ ചിന്തിക്കും അയ്യോ ജോലിക്ക് പോകാൻ മറന്നുപോയല്ലോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലോകത്തിൻ്റെ പാപത്തിനൊരു സുഖമുണ്ട്. ദർ ഇസ് പ്ലഷർ ഇൻ സിൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപത്തിനൊരു സുഖമുണ്ട്, പക്ഷെ അത് നിന്നെ തിരിഞ്ഞു കുത്തും. ചിലർക്ക് ചെറിയ പാപങ്ങളേ ഉള്ളൂ, ചെറിയ അത് വലിയ പാപമൊന്നുമല്ല, ചെറുതല്ലേ. അതിൻ്റെ അർത്ഥം എൻ്റെ വീട്ടിലൊരു ചെറിയ അണലിക്കുഞ്ഞുണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് ബേബി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. ഞാനെടുത്ത് പോക്കറിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. പാലതിന് കൊടുക്കും, കുഞ്ഞല്ലേ, ബേബിയല്ലേ. കുറച്ച് നാൾ കാത്തിരുന്നാൽ മതി, ഈ ബേബി വൈപ്പറിൻ്റെ കീഴെ നീ കയറും. വെദർ ഇറ്റ് ഈസ് ബേബി ഓർ ബിഗ്, ഇറ്റ് ഈസ് വൈപ്പർ.
മൂക്കം പാമ്പ് കുഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മൂക്കം പാമ്പെന്ന് ഓർക്കണം. പാപം പാപമാണ്, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ. ചെറിയ പാപമാണ് നമ്മളെ വലിയ പാപത്തിലേക്ക് നയിക്കുന്നത്. ഞാനിത് തിയറിയൊന്നുമല്ല പറഞ്ഞ്, ഇതിനകത്തൊക്കെ കടന്ന് കൈയും കാലും വിട്ടടിച്ച് നിലവിളിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് വെളി വരാൻ വേണ്ടി കർത്താവ് ചെലവിട്ട കൃപ എത്രയെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ മേൽ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്വസ്ഥതയിലേക്ക് കടക്കുവാനുള്ള വാഗ്ദത്തത്തിൽ ആ കർത്താവ് നമ്മളെ വിടുവിച്ചത്. നമ്മൾ അതിലെത്താതെ പോയി എന്ന് പറയാതിരിക്കാൻ സൂക്ഷിക്കുക. അവരെ പോലെ നാം അവർ സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് വചനം കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവർ സുവിശേഷം കേട്ടു. എന്താണെന്നറിയാമോ? കർത്താവ് തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് എത്തിച്ച് ദൈവം അവരോടുകൂടെ വസിക്കും. കർത്താവ് നമുക്കും സുവിശേഷം തന്നു. അവർ വിശ്വസിച്ചില്ല, നമ്മളിൽ പലരും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്ത നമ്മളും ഈ വാഗ്ദത്തത്തിലെത്താതെ വരും. ഇതിനൊരു കണക്റ്റിംഗ് ആണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ പലരുടെയും മൈൻഡ് ഇവിടെയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ചിലർ ചിന്തിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ വചനം സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുക. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ഇത് ഈ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമുദ്രത്തിലൂടെ കടന്നുപോയവർ, മേഘത്തിന്റെ കീഴെ സ്നാനമേറ്റവർ, ഇതൊരു മുൻകുറിയായിട്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇത് പൊരുളായിട്ടിരിക്കുക, ഇത് നിഴലായിട്ടിരിക്കുക. പഴയ നിയമത്തിൽ അത് നിഴലായിരുന്നു, സമുദ്രത്തിലൂടെ കടന്നത്, മേഘത്തിന്റെ കീഴെ സ്നാനമേറ്റത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് വെള്ളത്തിലുള്ള സ്നാനവും പരിശുദ്ധാത്മാവിലുള്ള സ്നാനവുമായിട്ട് കാണുന്നു. അതിന്റെ അർത്ഥം, ഈ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞവർ, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞവർ, ക്രിസ്തു എന്ന് പറഞ്ഞ പാറമേൽ നിന്ന് കുടിച്ചവർ, ക്രിസ്തുവിൽ നിന്ന് കുടിച്ചവർ, അവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവർ മോഹികളായിപ്പോയി, ലോകത്തെ മോഹിച്ചു പോയതുകൊണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതിൻ്റെ അർത്ഥം ദൈവസഭയുടെ ദൈവസഭയ്ക്കകത്ത് ഉള്ളിൽ വന്നിട്ടും ഒരു കാലത്ത് ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നവർ, ദൈവകൃപ അനുഭവിച്ചുകൊണ്ടിരുന്നവർ, ദൈവിക കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടിരുന്നവർ, ദൈവവചനത്തിന് വേണ്ടി എരിവോടെ തീഷ്ണതയോടെ നിന്നവർ, പലരുടെയും ആ സെലസ്നെസ്, ആ തീഷ്ണത ഡൈ ഔട്ട് ചെയ്തു, ഇല്ലാതായിപ്പോയി. കാരണം ലോകമോഹം അവരിലേക്ക് കടന്നു വന്നപ്പോൾ, അധികാരമോഹം അവരിലേക്ക് കടന്നു വന്നപ്പോൾ, ജനം അവരെ ഉയർത്തുവാൻ തുടങ്ങിയപ്പോൾ, ജനം അവരെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങപ്പോൾ, അധികാരം കടന്നു വന്നപ്പോൾ, പേരും പെരുമയും വന്നപ്പോൾ, ലോകസുഖം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ, പണം കയ്യിലേക്ക് വന്നപ്പോൾ, മറ്റു പലതിലും അവൻ വീണുപോയി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തുവാകുന്ന ആത്മീക പാറയിൽ നിന്ന് ഇവർ കുടിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായതുകൊണ്ട് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ മേശയിൽ നിന്ന് അപ്പം നുറുക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഈ വിശുദ്ധ വേദപുസ്തകം അനേകരെ നീതിയിലേക്ക് നയിക്കുന്ന ദൈവവചനം എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട്, അത് പ്രസംഗിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നിനക്കവിടെ എത്തുവാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. അടുത്ത 5 മിനിറ്റുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 6ാമത്തെ പോയിന്റിൽ പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 14:22 വായിക്കുന്നു, കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കുക. Enter into God's kingdom through tribulation. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിലൂടെയാ കർത്താവിങ്. നമ്മൾ ആദ്യം കേട്ടതുപോലെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. അനേകർക്ക് അതിന് തയ്യാറല്ല കേട്ടോ. കൂട്ടുകാരുടെ മുഖം കറക്കുന്നത് കാണുന്നത് നമുക്കിഷ്ടമല്ല, വീട്ടുകാരുടെ മുഖം കറക്കുന്നത് കാണുന്നത് നമുക്കിഷ്ടമല്ല, ഭാര്യയുടെ മുഖം കറക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ മുഖം കറക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല. അനേക ഭർത്താക്കന്മാർ കർത്താവിങ്കിലേക്ക് വരാത്തത് ഭാര്യമാരെ പ്രസാദിപ്പിക്കുക, അനേക ഭാര്യമാർ കർത്താവിങ്കിലേക്ക് വരാത്തത് ഭർത്താക്കന്മാരെ പ്രസാദിപ്പിക്കുന്നതാ. ചിന്തിച്ചു നോക്കണമേ. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ആദമിനെ യഹോവയായ ദൈവം ശപിക്കുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ജനസിസ് ചാപ്റ്റർ 3 നിങ്ങൾ പോയി ഒന്ന് പഠിക്കണം. നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എന്നെ അനുസരിക്കായിക്കൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു.
കർത്താവിന്റെ കൽപ്പന വളരെ വ്യക്തമായി നിന്റെ ഹൃദയത്തിൽ കർത്താവ് കാണിച്ചു തരുമ്പോൾ, ഓ, ആ ആളിന് എന്തോ തോന്നും, ഈ ആളിന് എന്തോ തോന്നുമെന്നും പറഞ്ഞ് ഹല്ലേലൂയ, നീ കർത്താവിന് മുഖം കൊടുക്കാതെ, കർത്താവിന്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കാതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ജീവിച്ചാൽ കഷ്ടം, ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. പീഡനമേൽക്കുവാൻ നമ്മൾ തയ്യാറാകണം. പീഡനമേൽക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടിയും വിടിയും തൊഴിയും കൊള്ളണമെന്നുള്ളതല്ല. കൊള്ളേണ്ടി വന്നാൽ കൊള്ളണം. അതുകൊണ്ടല്ലേ ഇന്ന് എനിക്ക് ഈ വചനം കേൾക്കുവാൻ കഴിഞ്ഞത്. അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ ലോകത്ത് ഈ കഴിഞ്ഞ ഓൾ ത്രൂ ദ സെഞ്ചുറീസ്, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ ഉപദ്രവങ്ങൾ സഹിച്ചതുകൊണ്ടല്ലേ ഇന്ത്യയുടെ ഒരു കോണിലും ഈ വചനം എത്തുവാൻ്റെ കോണം ഇടയായത്, അല്ലേ? നമുക്കതിന് തയ്യാറല്ല. കഷ്ടമേൽക്കുവാൻ നമ്മൾ തയ്യാറല്ല. അടുത്ത തലമുറയ്ക്ക് എങ്ങനെ ഈ വചനം കൈകൊടുക്കുവാൻ നമുക്ക് കഴിയും, കൈമാറാൻ കഴിയും? കഴിഞ്ഞ തലമുറകൾ കർത്താവിന് വേണ്ടി നിന്ദയും പരിഹാസവും നഷ്ടവും സഹിച്ചതുകൊണ്ട് ഈ തലമുറ കർത്താവിനെ അറിഞ്ഞുവെങ്കിൽ വരുന്ന തലമുറകൾ ഈ കർത്താവിനെ അറിയണമെങ്കിൽ നീയും ഞാനും കഷ്ടതയും നിന്ദയും പരിഹാസവും ഏൽക്കുവാൻ തയ്യാറാവണം. അതിന് നമുക്ക് മനസ്സില്ല. നമ്മളൊക്കെ സെൽഫ് സെന്റേർഡ് ആണല്ലേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്നും ചെയ്യാൻ നമുക്ക് തയ്യാറല്ല. നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ സ്വഭാവം അതാ, നമ്മളൊട്ട് ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല, അല്ലേ? അങ്ങനെ സൂഹിക്കണ്ട നമ്മൾ പറയുന്നതല്ലേ. ഞാൻ വെറുതെ അല്ല പറയുന്നത്, ഇതൊക്കെ ഉള്ളതാ കേട്ടോ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:11 വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് ലീപ് ഫോർ ജോയ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് കളവായി പറയും, നിന്ദിക്കും, പരിഹസിക്കും, പീഡിപ്പിക്കും. സഹോദര സഹോദരി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് നിന്ദയാണ് നിങ്ങൾ ഞാൻ സഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി നിന്ദയും പരിഹാസവും സഹിക്കേണ്ടി വരുന്നെന്ന്, പീഡനം സഹിക്കേണ്ടി വരുന്നു, നഷ്ടം സഹിക്കേണ്ടി വരുന്നെന്ന്? നമുക്ക് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പലതിലും ഒരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നഷ്ടമുണ്ടാകാൻ നമ്മൾ അനുവദിക്കത്തില്ല. ദാറ്റ് ഇസ് ദ റീസൺ. നഷ്ടം വരുന്നിടത്ത് വരുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട് റിവേഴ്സ് ചെയ്യും നമ്മൾ വണ്ടി, അല്ലേ? ഹല്ലേലൂയ. ഇതിൻ്റെ പോയിന്റ് എന്താണെന്നറിയാം? നമ്മൾ ഇതിനെ ഒന്ന് ഞാൻ ഇപ്പം ഈ ഒരൊറ്റ വാക്യമായിരുന്നു എൻ്റെ പ്രസംഗ വിഷയമെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന പോയിന്റ് എന്താണെന്നറിയാമോ? ഇൻക്രീസ് ക്രൈസ്റ്റ് ആൻഡ് ഡിക്രീസ് യുവർ സെൽഫ്. നീ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ നീ നിന്നെ തന്നെ താഴ്ത്തും. ഇതിൻ്റെ പോയിന്റ് ഇതാ. നമുക്ക് നിന്നയും പരിഹാസവും സഹിക്കാൻ വരുന്ന എപ്പോഴാണെന്നറിയാമോ? നാം നമ്മെ തന്നെ ഇല്ലാതാക്കി ക്രിസ്തുവിനെ ഉയർത്തുമ്പോഴാണ്. കർത്താവേ, ഈ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും പീഡനത്തിൻ്റെയും നടുവിൽ അങ്ങയുടെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഞാൻ കുറഞ്ഞ് ഇല്ലാതായിക്കാട്ടെ. മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടതുപോലെ യോഹന്നാൻ സ്നാപകൻ്റെ മിനിസ്ട്രി അതായിരുന്നു. കർത്താവിന് വഴിയൊരുക്കി അവന് പാത നിരപ്പാക്കി. എന്നിട്ട് പറഞ്ഞു, നീയോ വളരണം, ഞാനോ കുറയണം. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയും അതാ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി പാതയൊരുക്കാനാണ്, വഴിയൊരുക്കാനാണ്. എന്തിന്? അവൻ വളരണം, ഞാൻ കുറയാൻ. നമ്മളിൽ പലർക്കും ആ ബോധ്യമില്ല സഹോദരങ്ങളെ. ഉള്ളവരുടെ ബോധ്യങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ നാം അധികം അധ്വാനിക്കണം കൃപയിൽ നിലനിൽക്കുവാൻ. ഏറ്റവും അവസാനത്തെ പോയിന്റ് പറയുക, 7ാമത്തെ പോയിന്റ്. മത്തായിയുടെ സുവിശേഷം 5:20 പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഇൻ നോ കേസ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് കുറച്ച് ടഫ്, കുറച്ച് സ്ട്രിക്റ്റായിട്ട് ലാംഗ്വേജാണ് എഴുതിയിരിക്കുന്നത്. എന്ന് നോക്കി, മത്തായിയുടെ സുവിശേഷം 5:20 എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. For I say unto you that except your righteousness shall exceed the righteousness of the scribes and the Pharisees, you shall in no case, ഒരിക്കലും, മലയാളത്തിൽ ഒരിക്കലും എന്നുള്ള വാക്ക് വന്നിട്ടില്ല, ഒരിക്കലും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. കർത്താവ് പറഞ്ഞു. എന്താണെന്നറിയാമോ പരീശന്മാരുടെയും സദൂക്യരുടെയും നീതി? ഞാനൊരു കാര്യം പറയാം, മാനുഷികമായി നോക്കിയാൽ പരീശന്മാരുടെയും സദൂക്യരുടെയും നീതി പോലും എത്തുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല കേട്ടോ. അതാ അവരുടെ നീതി. പരീശന്മാരുടെയും സദൂക്യരുടെയും നീതി എന്താണെന്ന് അറിയണമെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, താൻ പരീശനായിരുന്ന സമയത്ത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്യൻ, ബ്ലെയിംലെസ് അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് മോസസ്. കാരണം ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും, കിട്ടുന്നതിനെല്ലാം പതാരം കൊടുക്കും, എപ്പോഴും സിനഗോഗില് ആലയത്തിൽ പോയി പ്രാർത്ഥിക്കും, പ്രമാണങ്ങൾ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കും. ഇതാ പരീശന്മാര്. നമ്മളിൽ എത്ര പേർക്ക് ആ സസ്റ്റ് ആൻഡ് എൻതൂസിയാസം ഉണ്ട്, ആ കമ്മിറ്റ്മെന്റ് ഉണ്ട്?
കർത്താവ് പറയാം അവരുടെ നീതിയേക്കാൾ കൂടുതൽ നമ്മുടെ നീതി വർദ്ധിക്കണമെന്ന്. ആരുടെ? ശുശ്രൂഷകരുടെ അല്ല, വിശ്വാസികളുടെ, ശിഷ്യന്മാരുടെ. അതിൻ്റെ അർത്ഥം എന്താ? അവർ 2 ദിവസം ഉപവസിക്കുന്നുണ്ട്, നമ്മൾ 4 ദിവസം ഉപവസിക്കണമെന്നാണോ? അല്ല. കാരണം അവരുടെ നീതി പുറത്തുള്ള നീതിയായിരുന്നു, നമ്മുടെ നീതി അകത്ത് ഉള്ള നീതിയായിരിക്കണം. അവർ മനുഷ്യർ കാണാൻ അതിൻ്റെ അറിയണമെങ്കിൽ 21 മുതലുള്ള വാക്യങ്ങൾ അവസാനം 7-ാം അധ്യായം വരെ സെർമൺ ഓൺ ദ മൗണ്ട് പഠിച്ചാൽ മതി. പരീശന്മാരുടെ നീതി എന്താണെന്നും നമ്മുടെ നീതി എന്തായിരിക്കണമെന്നുമാണ് അടുത്ത 9 വിഷയങ്ങളിൽ കർത്താവോട് അവതരിപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ ഒന്ന് വായിച്ചാൽ മതി. പരീശന്മാരുടെ നീതി എന്തായിരുന്നു, നമ്മുടെ നീതി എന്താ. 1-2 സാമ്പിളിൽ പറയുകയാണെങ്കിൽ, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവ്വന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പരീശന്മാരോട് പഠിപ്പിച്ചുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീതി അതായിരുന്നു. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. മനസ്സിലായോ? ഇപ്പോൾ ഇതൊന്നും പഠിപ്പിക്കാൻ സമയമില്ല. ഇതിൻ്റെയൊക്കെ മെസ്സേജ് നമ്മുടെ യൂട്യൂബിലുണ്ട് ഇഷ്ടം പോലെ. അതല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദിയിൽ ഞാൻ ഹിന്ദിക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് സെർമൺ ഓൺ ദ മൗണ്ടാണ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് പോയി ആ വീഡിയോസ് ഹിന്ദിക്കകത്ത് കേട്ടാൽ മതി. മലയാളം ഹിന്ദിയിലുണ്ട്. സഹോദരന്മാരെ, എൻ്റെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താഴോട്ട് പറയുന്നത് ഇത് നോക്കണം. അവരുടെ നീതി കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ നീതി ഞാൻ കോപിക്കുക പോലും ചെയ്യരുത്, എൻ്റെ ഉള്ളിൽ കോപം പോലും വരരുത്. മനസ്സിലായോ? താഴേക്ക് വരുന്നുണ്ട്. വ്യഭിചാരം 27-ാമത്തെ ഒരു സാമ്പിളോടെ പറയാം. വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പരീശന്മാരോടും സദൂക്യരോടും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ നമ്മുടെ നീതി എന്തായിരിക്കണം എന്നറിയാമോ? ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പം നമ്മൾ പറയും, ഞാൻ സ്ത്രീയെ ഒന്നും നോക്കാറില്ലല്ലോ. ഫോണിനകത്തോ നോക്കാറുണ്ടോ? ലാപ്ടോപ്പിനകത്ത് നോക്കാറുണ്ടോ? കമ്പ്യൂട്ടറിൽ നോക്കാറുണ്ടോ? മാഗസീനകത്ത് നോക്കാറുണ്ടോ? അത് തന്നെയാണ് ഈ പറഞ്ഞത് കർത്താവ് അന്ന് ഇൻ്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ കേട്ടോ. സഹോദരി, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ജീവിതത്തിൽ തകർച്ചയുടെ വഴികളിൽ ജീവിച്ച മനുഷ്യനാണ് ഞാൻ. എന്നെ ദൈവം അതിൽ നിന്ന് കൃപയാൽ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ച് പലതിൽ നിന്നും. ഐ എം നോട്ട് സ്റ്റോണിങ് ഓൺ സംബഡി. ഞാൻ ആരെയും കല്ലെറിയുകയല്ല. ഏറുകൊണ്ട് തകർന്നു പോയ എന്നെ കർത്താവ് വിടുവിച്ചു. ആ പാവപ്പെട്ട സ്ത്രീയെ ഏറുകൊണ്ട് മരിക്കാതെ കർത്താവ് വിടുവിച്ചതുപോലെ ഇതിനകത്ത് ഏറുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിലേക്ക് ആശ്രയിക്കുക. കർത്താവ് നിന്നെ വിടുവിക്കും. ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞിട്ട് ഫ്രീഡം ഇൻ ലൈഫ് കാണിക്കരുത്. ഹല്ലേലൂയ, എനിക്ക് ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളയാളാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ദൈവ പൈതലിനില്ല. ഇനിയും ഒരു സാമ്പിളോട് എടുക്കണോ അതോ മതിയായോ? 1-2 സാമ്പിളോടെ വേണം എടുക്കാം. കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവ്വന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം കൊടുത്ത് സത്യം ചെയ്യരുതെന്ന്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നീതി എന്തോന്നറിയാമോ? അശേഷം കള്ളം പറയരുത്. കണ്ടില്ലേ ശാസ്ത്രിമാരുടെ നീതി, നമ്മുടെ നീതി എങ്ങനെ ആയിരിക്കണമെന്ന്. ഞാൻ ഇനി മുന്നോട്ട് എടുക്കുന്നില്ല, കാരണം നിങ്ങൾ തന്നെ പറയും നമുക്ക് തൽക്കാലം മതിയെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. സഹോദരങ്ങളെ, നമ്മുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിഞ്ഞില്ല എങ്കിൽ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഇൻ നോ കേസ്, അതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ നമ്മൾ കടക്കുകയില്ല. എന്ത് അപകടമാണ് അല്ലേ? നമ്മൾ ഈ വിഷയങ്ങൾ നമ്മളൊന്ന് പഠിക്കണം. സെർമൺ ഓൺ ദ മൗണ്ട് ഒന്ന് പഠിക്കണം. നമുക്കറിയാം അത് ഇമ്പോസിബിൾ ആണ് മാനുഷികമായിട്ട് നോക്കിയാൽ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ അത് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറയണം, അനുദിനം പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയൂ. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം നീതിയിൽ ആശ്രയിക്കരുത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. കാരണം അവൻ നമുക്ക് സഹായകനാണ്. ഹീ ഈസ് അവർ ഹെൽപ്പർ, ഹീ ഈസ് അവർ കംഫർട്ടർ ആൻഡ് ഹീ ഈസ് പാരക്ലീറ്റോസ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് തന്നത്. ഇന്ന് ആർക്കും കേൾക്കണ്ട പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഡ്രൈ, ടോട്ടൽ ഡ്രൈ. ഈ വചനമൊക്കെ നോളജ് വെച്ചുകൊണ്ട് നടക്കുമെന്നല്ലാതെ ഈ വചനം അനുസരണയായി മാറത്തില്ല. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവമക്കളെ. ഇന്ന് രാത്രി നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആ പോയിന്റുകൾ നിങ്ങളോട് പറയണോ? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ആരെങ്കിലും അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ഓർക്കുന്നതിന് വേണ്ടി മാത്രം 3, 4, 5 ഈ വാക്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ് 1 മിനിറ്റിൽ. ഹല്ലേലൂയ. 1, 2 അൺലെസ് യു ആർ ബോൺ അഗൈൻ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. യോഹന്നാൻ 3:3. മിയർ കൺഫെഷൻ ഈസ് നോട്ട് ഇനഫ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല,
എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, വാക്കല്ല പ്രവൃത്തിയില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. മത്തായി 7:21. അൺലെസ് യു ബിക്കം എ ചൈൽഡ്, നീ ഒരു ശിശുവായി മാറിയില്ല എങ്കിൽ. അതൊക്കെ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മർമ്മങ്ങൾ കേട്ട് എങ്ങനെയാണ് ശിശുവാകുന്നതെന്ന്. മത്തായിയുടെ സുവിശേഷം 18:1-4 വരെയുള്ള വാക്യങ്ങൾ. നീ ശിശുവായി തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. 4, ഹല്ലേലൂയ, ലോകത്തിന്റെ റിച്ചസിൽ നീ ആശ്രയിച്ച് ദൈവത്തിന്റെ നിക്ഷേപങ്ങളെ നീ അവഗണിക്കുന്നു എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ കടക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 10:23-25 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, അവിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. എബ്രായ ലേഖനം 3:19, 4:6. ഹല്ലേലൂയ, സ്വസ്ഥതയിലേക്ക് കടക്കണമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം, എൻ്റെ വചനം വിശ്വസിച്ച് അനുസരിക്കണം. വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അനുസരിക്കും. വിശ്വസിക്കാത്തവൻ അനുസരിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നാലോ? പിശാച് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവൻ അനുസരിക്കുന്നില്ല. യാക്കോബ് അത് പറയുന്നുണ്ട് അല്ലേ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ പറയുന്നു, കഷ്ടങ്ങളിലൂടെ നീ ദൈവരാജ്യത്തിൽ കടക്കണം. അപ്പോസ്തല പ്രവൃത്തി 14:22. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടവും നിന്ദയും പരിഹാസവും ഒക്കെ സഹിക്കാൻ തയ്യാറാകണം. അത് ഭർത്താവായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, അപ്പനും അമ്മയും ആയിക്കൊള്ളട്ടെ, ജോലി നഷ്ടപ്പെടുന്നതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ നമ്മൾ തയ്യാറാകണം. അവസാനത്തെ പോയിന്റ് പറയുന്നു, പരീശന്മാരുടെ നീതിയെ കവിയുന്ന നീതി നമുക്കില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നാം കടക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മളത് കേട്ടു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധി വണക്കാം.